ഫ്രണ്ട്സ്, ഞാൻ അനിയത്തിയും കൂടെ കപ്പ പുഴുങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചിക്കൻ കറി ഉണ്ട്, രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അവൾ കപ്പയൊക്കെ കൊത്തി അരിഞ്ഞിടുന്നുണ്ട്. ഇനി അത് കഴുകി കുക്കറിൽ വെച്ചിട്ട് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വേവിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് അരപ്പിന് വേണ്ട കാന്താരി മുളകൊക്കെ പറിക്കാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഏകദേശം കാന്താരി മുളകൊക്കെ തീർന്നു കേട്ടോ. ഇനി നമുക്ക് തേങ്ങ പൊട്ടിക്കാം. അപ്പോൾ തേങ്ങ പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്കത് പൊങ്ങാൻ തോന്നിയിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പൊങ്ങാട്ടുള്ളത്. അപ്പോൾ ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൾക്കും കൊടുത്തു. പിന്നെ എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ്, അവനും കൊടുത്തു കേട്ടോ പൊങ്ങ്. എന്നിട്ട് ഞാൻ തേങ്ങയൊക്കെ ചിരവി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ നമ്മൾ പറിച്ചെടുത്ത മുളക് ഒക്കെ ചേർത്തിട്ട് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ മറിച്ചതിന് ശേഷം അതിലേക്ക് അരപ്പൊക്കെ ഇട്ട് അവൾ നന്നായിട്ട് കുത്തി ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് വറവും കൂടെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ കപ്പ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ആ അരപ്പും വറവിൻ്റെയും കൂടെ മണം വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കപ്പ ഇല പൊതിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇലയൊക്കെ പൊതിഞ്ഞ് അതിലേക്ക് കറിയൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പോയതിന് ശേഷം ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ കപ്പയിലേക്ക് ഒരുപാട് കറിയൊക്കെ ഒഴിക്കുന്നുണ്ട്. അല്ലെങ്കിലും കപ്പയും ചിക്കൻ കറിയും ഒരു പ്രത്യേക കോമ്പിനേഷനല്ലേ, നല്ല എരിവുള്ള ചിക്കൻ കറിയും കപ്പയൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പൊറോട്ടയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ പൊറോട്ടയും കപ്പയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. നല്ല എരിവും ആ കപ്പേൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു.